ഇട്ടാലേ അണ്ണൻ അരി വാങ്ങാൻ പറ്റുള്ളൂ. കാരണം രേണുസുതി എന്നുള്ള ആളുടെ വീഡിയോ ഇട്ടാൽ മാത്രമേ അതുൽ എന്ന ആ ബ്ലോഗർ അണ്ണന് അരി വാങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ നായയുടെ കയ്യിൽ ഈ എല്ലും കഷ്ണം കിട്ടിയാൽ എന്ത് ചെയ്യുക? അതിനിങ്ങനെ കടിച്ചുകൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ അതുൽ ചേട്ടൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആരാണ് കളത്തില്? എന്താണ് പ്രജീഷ് ഏട്ടന്റെ പ്രശ്നം? ഈ പ്രജീഷ് ഏട്ടനെ സത്യസന്ധമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇനിയിപ്പോൾ എനിക്കറിയാത്തതുകൊണ്ടായിരിക്കും, ഞാൻ സമ്മതിക്കുന്നു. ഈ പ്രജീഷ് ഏട്ടൻ അങ്ങ് വൈറലായത് നമ്മളുടെ രേണുസുധീൻ്റെ കൂടെ കുറച്ച് ഷോർട്ട് ഫിലിമൊക്കെ അഭിനയിച്ച സമയത്താണ്. അതിനുശേഷം ചേട്ടൻ പാവാടി വള്ളി പോലെ നമ്മളുടെ 24 മണിക്കൂറിലും രേണുസുധീൻ്റെ പുറകെ ഇങ്ങനെ നടക്കുകയാണ് ചെയ്യുക ഫുൾ ടൈം. അങ്ങനെയാണെങ്കിൽ ഈ ചേട്ടനൊരു ക്യാമറ ഫേസ് കിട്ടുമോ, പബ്ലിസിറ്റി കിട്ടുമോ? അപ്പോൾ അതിന് വേണ്ടി 24 മണിക്കൂർ ഇങ്ങനെ നടക്കലാണ് ഈ ചേട്ടൻ്റെ ഒരു മെയിൻ പരിപാടി. അങ്ങനെ ഈ ചേട്ടൻ്റെ ഈ കളിയും ഈ ചേട്ടൻ ഈ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ കയറി സംസാരിക്കുന്നതും ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ കയറി കുറ്റം പറയുന്നതും ഒരു കോ ആക്ടർ ആണല്ലോ എന്ന നിലയിൽ രേണുവിൻ്റെ ലൈഫിലുണ്ടാകുന്ന പേഴ്സണൽ കാര്യത്തിൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊക്കെ പറയുന്ന സമയത്ത് ചേട്ടനും കുറേ ഇതൊക്കെ കിട്ടി. ആൻഡ് ടു ആൻ എക്സ്റ്റെൻറ്റ് ഈ ചേട്ടൻ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം ചേട്ടൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ സോഷ്യൽ മീഡിയയിൽ നിൽക്കാൻ പറ്റൂ. അപ്പോൾ എന്തായാലും ഞാൻ രേണുവിൻ്റെ കൂടെ കിടന്നാൽ എനിക്ക് നെഗറ്റീവ് കിട്ടും, സാരമില്ല ഞാൻ നടക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഓഡിയോ ഒക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആളുടെ കളി. അപ്പോൾ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ രേണു ബിഗ് ബോസ് പോയി, ചേട്ടൻ പുറത്തായി. ചേട്ടൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്യണം? എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഫീൽഡിൽ നിലനിൽക്കാൻ വേണ്ടി ഇപ്പോൾ കണ്ടുപിടിച്ചൊരു സാധനമാണ് രേണുവിൻ്റെ എഗെയിൻസ്റ്റ് നിൽക്കുന്ന ആൾക്കാരെ പറ്റി വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ അതിന് ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു വീഡിയോ ആണിത്. 3 മിനിറ്റൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അധികം കത്തിയടിക്കാണ്ട് ഹലോ മൈ ഗേഷിൻ്റെ വീഡിയോയിലോട്ട് പോകും. അപ്പോൾ ആദ്യം തന്നെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഹലോ മൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പാലക്കാടൻ ഫാമിലി. അപ്പോൾ ഗൈസ്, ഞാൻ ഇന്നൊരു മൊണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത്. ഒരു റിയാക്ഷൻ വീഡിയോസ് ആണ്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ചാനലിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് കുറവാണ്. കാരണം ഈ മൊണ്ണ ഭയങ്കര ചൊറിച്ചിലാണ്. ഈ മൊണ്ണയ്ക്ക് ഞാൻ ഒരു ചെറിയ റീപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നത്. കാരണം ഈ മൊണ്ണയുടെ വിചാരം ഈ മൊണ്ണ ഭയങ്കര വേറെ എന്തൊക്കെയൊക്കെയോ ആണ് എന്നാണ് ഈ മൊണ്ണയുടെ വിചാരം. ഞാൻ മൊണ്ണ തന്നെ പറയണ്ട, വേറെ ഒന്നുമല്ല. അത് മൊണ്ണ സ്വഭാവം കാണിക്കുന്നതുകൊണ്ടാണ് ഈ മൊണ്ണ എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയുള്ള ആൾക്കാരെ അങ്ങനെ പറയും. കാരണം സിമ്പിൾ, അപ്പുറത്തെ വീട്ടിൽ അടുക്കളയിൽ എന്താണ് പുകയുന്നത് നോക്കുന്ന ഇപ്പുറത്തെ വീട്ടിലെ അണ്ണന്മാരില്ലേ, അതാണ് ഈ മൊണ്ണ. അപ്പുറത്തെ വീട്ടിൽ എന്താ പുകയുന്നത് എന്ന് നോക്കുന്ന ഇപ്പുറത്തിരിക്കുന്ന ആൾക്കാരാണ് മൊണ്ണ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വീടിൻ്റെ ഉള്ളിൽ വെച്ച് ചെയ്യണം. ഓക്കെ, വാതിലടച്ച് വെച്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നമ്മളാരും നോക്കില്ല. വഴിയിൽ കൂടെ പോകുന്ന ആൾക്കാരെ മുഴുവൻ വിളിച്ചു വരുത്തി ക്യാമറയിൽ വീഡിയോ എടുത്ത് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലിലിട്ട് യൂട്യൂബിലിട്ട് അത് നോക്കുന്ന ആൾക്കാരെ കുറ്റം പറയാൻ പറ്റുമോ? ഞങ്ങൾ ആരും ഒളിക്യാമറ വെച്ചിട്ടല്ല നിങ്ങളുടെ കണ്ടന്റുകൾ എടുക്കുന്നത്. നിങ്ങൾ തന്നെ മീഡിയയിൽ വന്ന് കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അപ്പുറത്തെ വീട്ടിലെ സാധനങ്ങൾ ഇപ്പുറത്തെ വീട്ടിൽ നോക്കുന്നതെന്ന് പറയുന്നത്? അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ചെയ്തത് എന്താ? അതുലിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന സാധനങ്ങൾ എടുത്ത് നോക്കിയതല്ലേ? എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പം കുറച്ച് അടിസ്ഥാനം വേണം. എനിക്കറിയാം രേണു പോയിട്ടുണ്ടെങ്കിൽ താങ്കൾക്ക് റീച്ചില്ല, താങ്കൾ ആരും അറിയില്ല, എല്ലാവരും മൈൻഡ് ചെയ്യാണ്ടാവും 90 ദിവസം കൊണ്ട്. അപ്പോൾ പിടിച്ചു നിൽക്കാനുള്ള ആ ഒരു കഷ്ടപ്പാട് മനസ്സിലാവുന്നു ചേട്ടാ, നന്നായി മനസ്സിലാവുന്നു എന്ന് കരുതി തീരെ ബുദ്ധിയും വിവരവും ഇല്ലാത്ത രീതിയിൽ സംസാരിക്കല്ലേ. കാരണം അപ്പുറത്തെ വീട്ടിൽ എന്തെങ്കിലും പുകഞ്ഞാലാണ് അണ്ണന്റെ വീട്ടിൽ എന്തെങ്കിലും പുകയുള്ളൂ, ഒന്നാമത്തെ കാര്യം. ഓക്കെ, അത് നിങ്ങളുടെ എല്ലാവരുടെയും വളരെ തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. നിങ്ങളുടെ ഒരു വിചാരം നമ്മൾ ഈ യൂട്യൂബ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാർക്ക് യൂട്യൂബ് മാത്രമേ ഉള്ളൂ. തെറ്റാണ് സുഹൃത്തുക്കളെ, തെറ്റാണ്. ഇപ്പം എൻ്റെ ഈ വസ്ത്രവും ഇതൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു കോലമല്ല. ഞാൻ രാവിലെ 7 മണിക്ക് 7:45 പണിക്ക് പോയി വൈകുന്നേരം 6 മണിക്ക് കയറി വന്നതാണ്. ഞാൻ വയനാട്ടിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡി അഡിക്ഷൻ സെൻറ്ററിലെ കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 കൊല്ലമായിട്ടോ. അപ്പം ഈ യൂട്യൂബ് വീഡിയോ ചെയ്യുന്ന ആൾക്കാർക്കൊന്നും പണിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തെറ്റും. ഓക്കെ, ചേട്ടന്മാരെ പോലെ വെറുതെ റീൽസ് എടുത്ത് നടക്കലല്ല നമ്മുടെ പണി. നമുക്ക് പണിയുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ പഠിച്ചിറങ്ങിയവരാണ്. അപ്പോൾ ആ മൊണ്ണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഗൈസ്. വേറെ ആരല്ല, നമ്മുടെ സ്വന്തം അതുൽ ചേട്ടന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അതുൽ ചേട്ടൻ്റെ ഒരു വീഡിയോസ് ഞാൻ കണ്ടായിരുന്നു. അതുൽ ചേട്ടൻ്റെ വീഡിയോസ് മുമ്പ് ഞാൻ കാണാറുണ്ടായിരുന്നു. പക്ഷെ അതുൽ ചേട്ടൻ്റെ അണ്ണനെ നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇപ്പൊ അതിലണ്ണം വെറും രേണുസുതി എന്നുള്ള ആളുടെ വീഡിയോ മാത്രമേ ചെയ്യുള്ളൂ. കാരണം അറിയോ, അതുൽ ചേട്ടൻ അതിട്ടാലേ റീച്ച് ഉള്ളൂ ഗൈസ്. അതിട്ടാലേ അണ്ണന് അരി വാങ്ങാൻ പറ്റുള്ളൂ. കാരണം രേണുസുതി എന്നുള്ള ആളുടെ വീഡിയോ ഇട്ടാൽ മാത്രമേ അതുൽ എന്ന ആ ബ്ലോഗർ അണ്ണന് അരി വാങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ നായയുടെ കയ്യിൽ ഈ എല്ലും കഷ്ണം കിട്ടിയാൽ എന്ത് ചെയ്യുക?
അതിനിങ്ങനെ കടിച്ചുകൊണ്ടേയിരിക്കും. അതാണ് നമ്മുടെ അതിൽ ചേട്ടൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം അതിൽ ചേട്ടൻ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പീഡനം നടക്കുന്നു, 10 വയസ്സായുള്ള നടക്കുന്നു, വെട്ടിക്കൊല്ലണു, എല്ലാം പണ്ട്. പക്ഷെ അണ്ണന് അതൊക്കെ അണ്ണൻ ഇട്ടിട്ടോ, അണ്ണൻ ഇടില്ല ഞാൻ പറഞ്ഞില്ല, അണ്ണൻ ഇടും, ഒരു വീഡിയോയിൽ നിർത്തും. അതിന്റെ ബാക്കി അപ്ഡേറ്റ്സ് അങ്ങനത്തെ സംഭവം അണ്ണന്റെ വീഡിയോസിൽ വരുന്നത് ഞാൻ വളരെ റെയർ ആക്കാണ്. പക്ഷെ രേണുസുതി പ്രതീഷിന്റെ വീഡിയോ അണ്ണൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരുന്നു. കാരണം എന്നാൽ മാത്രമാണ് അണ്ണന് ഭോജനത്തിന് വല്ലതും കിട്ടുന്നുള്ളൂ. അതാണ് മെയിൻ സംഭവം. ഇത് എന്നോട് ഒരുപാട് പേര് കമൻറ്റ് കൂടെ അല്ലെ എനിക്ക് പേഴ്സണലി അറിയുന്ന കുറച്ച് ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, വൈ ഈ ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്യുന്നു, അല്ലെ നീ ടോപ്പിക്ക് വിട്, നീ ടോപ്പിക്ക് മാറ്റി പിടിക്ക് എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടി ഞാൻ എൻ്റെ സൈഡിൽ നിന്ന് തരുന്ന ഒരു റിപ്ലൈ ആണ്, ഞാൻ സോഷ്യൽ മീഡിയയിലുള്ള ഒരുവിധം എല്ലാ ടോപ്പിക്കുകളും നമുക്ക് കോപ്പിറൈറ്റ് കിട്ടാത്ത, നമുക്ക് ആഡ് സ്യൂട്ടബിലിറ്റി ഇഷ്യൂസ്, അത് ചാനൽ മോണിറ്റൈസ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ അറിയാം, ആഡ് സ്യൂട്ടബിലിറ്റി ഇഷ്യൂസ് ഇല്ലാത്ത എല്ലാ കണ്ടൻറ്റുകളും ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്കറിയാം. അതുപോലെ എൻ്റെ ഒരു കണ്ടൻ്റാണ് ആര് എന്ന് പറയുന്നത്, രേണുസുതി എന്ന് പറയുന്നത്. ഈ പെർട്ടിക്കുലർ വ്യക്തി ഇന്നൊന്നുണ്ടാക്കി, നാളൊന്നുണ്ടാക്കി, മറ്റന്നാളൊന്നുണ്ടാക്കി, 3 ദിവസം ഒന്നുണ്ടാക്കും. ഈ 3 കൂടെ ചേർത്ത് വെച്ചാണ് ഞാൻ ഒരു കണ്ടൻ്റ് ആക്കുന്നത്. ഇവർ ചെയ്യുന്ന പ്രവൃത്തി മാത്രം എടുത്ത് സംസാരിക്കാനാണ് ഞാൻ ഈ സോഷ്യൽ മീഡിയ തുറന്നു വെക്കുന്നതെങ്കിൽ എനിക്ക് ഒരു ദിവസം 10ഉം 15ഉം വീഡിയോ ഇടാൻ പറ്റും. ഇപ്പം പ്രജീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രൊഫഷൻ അഭിനയമല്ലേ. പ്രജീഷിന് എവിടെയൊക്കെ അഭിനയിക്കാൻ സാഹചര്യം കിട്ടുന്നോ, അഭിനയിക്കാൻ ചാൻസ് കിട്ടുന്നോ, പ്രജീഷ് അവിടെയൊക്കെ പോയി അഭിനയിക്കുന്നില്ലേ. നമ്മുടെ പ്രൊഫഷൻ റിയാക്ഷൻ വീഡിയോ ആണെങ്കിൽ എവിടെയൊക്കെ ഞങ്ങൾക്ക് വീഡിയോ ഇടാനുള്ള ഒരു കണ്ടൻറ്റ് കിട്ടുന്നു, ഞങ്ങളത് എടുക്കുന്നു, സംസാരിക്കുന്നു. ഒന്നും ചെയ്യാണ്ട് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുന്ന ഒരാളുടെ എടുത്തു പോയി ഞങ്ങൾ അയാളെ പിടിച്ചു വന്ന് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നത് 100% തെറ്റാണ്. ഞങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ പേഴ്സണൽ പ്രൊഫൈലിൽ കൂടെ ഇടുന്ന വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായി കിടക്കുന്ന ഒരു വീഡിയോ ആണ്. അത് എത്രയോ ആൾക്കാരെ കാണുമ്പോഴാണ് റെക്കമെൻഡേഷൻ എന്ന നിലയിൽ നമുക്ക് വരും. അപ്പോഴാണ് നമ്മളെടുത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഒരാളെ വെച്ച് ഉണ്ടാക്കുക അല്ലെങ്കിൽ അരി വാങ്ങുക എന്ന് കരുതരുത്. പിന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ യൂട്യൂബ് മണി കൊണ്ട് അരി മാത്രമല്ല വാങ്ങുക, നമുക്ക് ഡ്രസ്സ് വാങ്ങാം, നമുക്ക് ചെരുപ്പ് വാങ്ങാം, നമുക്ക് ഫുഡ് വാങ്ങാം, നമുക്ക് മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങാം, ബാഗ് വാങ്ങാം. ഇനി അരി എന്തിനാണ്, നമുക്ക് ഫ്രൂട്ട്സ് വാങ്ങാം, വെജിറ്റബിൾസ് വാങ്ങാം. എന്തിനാ ഈ അരി എന്ന് തന്നെ പറയുന്നത്? അരി ഇപ്പം എന്തായാലും എല്ലാവർക്കും ഒരു റേഷൻ കാർഡ് ഉണ്ടാവും, അതിൽ പോലും നമുക്ക് അരി കിട്ടും. ഇപ്പം നമ്മൾ അരി മാത്രമല്ല കേട്ടോ, നിങ്ങൾ അതൊന്ന് നോട്ട് ദ പോയിന്റ്. ഓക്കെ. അപ്പോൾ അണ്ണന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു. അതിനു മുമ്പ് ഞാൻ അണ്ണന്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അണ്ണൻ വലിയ ഡയലോഗ് അടിക്കുമല്ലോ, പൊയ്മുഖം, അവരിന്റെ മുഖം ഞാൻ വലിച്ചു കീറും, ഞാൻ സത്യത്തിനൊപ്പമാണ്, അല്ലെങ്കിൽ ഞാൻ വളരെ എല്ലാം കറക്റ്റ് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ഞാൻ എന്ത് കാര്യം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുള്ളൂ എന്നുള്ള അണ്ണൻ വലിയ ഡയലോഗ് അടിച്ചല്ലോ അണ്ണ. അപ്പൊ അണ്ണന്റെ അടുത്ത് ഞാൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്റെ മുമ്മേ, അത് ഞാൻ പറയും, അങ്ങനെ തന്നെ പറയും. കാരണം ഞാൻ നിന്റെ വീഡിയോ കണ്ടാലും കൂടി ഞാൻ ആ രീതിക്ക് തന്നെ പറയും. എനിക്ക് നിന്റെ അടുത്ത് റെസ്പെക്ട് ഉണ്ടായിരുന്നു, നിന്റെ വീഡിയോസിന്റെ ഒരു സത്യസന്ധത ഉണ്ടായിരുന്നു. അത് നീയായിട്ട് കളഞ്ഞൊഴിച്ച സംഭവമുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, അണ്ണൻ എല്ലാം അന്വേഷിച്ചിട്ടല്ല അണ്ണൻ വീഡിയോ ചെയ്യാറ്. അപ്പോ അണ്ണന് എന്റെ പേരറിയില്ലേ? ഒരാളുടെ പേര് പോലും അറിയാണ്ടാണോടാ നീയൊക്കെ റിയാക്ഷൻ ചെയ്യുന്നത്? നീയൊക്കെ ഒരു വീഡിയോ എടുക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരാളുടെ പേരറിയാണ്ടാണ്. പിന്നെ അങ്ങോട്ടുള്ള കണ്ടന്റുകളൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. ബിക്കോസ് അതുൽ എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസറെ പറ്റി പറയുന്നതാണ്. ഡെഫിനറ്റ്ലി അതുൽ ഈ പെർട്ടിക്കുലർ വീഡിയോ എടുക്കും, റിയാക്ട് ചെയ്യും. അതുൽ പ്രജീഷിന് കൊടുക്കേണ്ട മറുപടി എന്തായാലും അപ്പുറത്ത് കൊടുത്തോളും. ഞാനത് പറയാനുള്ള കാരണം, ഇതിൽ പറഞ്ഞ ഒരു 3-4 ഡയലോഗുകൾ മേ ബി കുറേയൊക്കെ ഞാനും റിയാക്ഷൻ ഫീൽഡിൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ ഞാനും റിയാക്ഷൻ ഫീൽഡിൽ നിൽക്കുന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെ എനിക്കിന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ എനിക്ക് തോന്നും മേ ബി ഇതിന് ഞാൻ ആൻസർ ചെയ്യണം. കാരണം എൻ്റെ വീഡിയോസ് കാണുന്ന ചിലപ്പോൾ ഒരാളുടെ മൈൻഡിലെങ്കിലും ഈ ഒരു സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്ത് സംസാരിച്ചത്. സോ നമുക്ക് അടുത്ത വീഡിയോ വെച്ച് കാണാം. ബൈ.